നമ്മളൊരു പേരൊക്കെ ചൂസ് ചെയ്ത് അതിൽ ബിസിനസ് ചെയ്തു തുടങ്ങി അതിനെ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു തുക ചിലവാക്കിയതിന് ശേഷം ആ പേര് മറ്റൊരാളും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് അത്ര നല്ലതല്ല. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു പ്രൊപ്പറേറ്റർഷിപ്പായിട്ടോ പാർട്ട്ണർഷിപ്പായിട്ടോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം ഒരു LLPയോ കമ്പനിയോ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. Welcome to another video of Bisignite. Myself, CA Jostin Tony, a chartered accountant. ബിസിനസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന 7 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഒന്ന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു പെയിൻ പോയിൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത്. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വഴി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് നിങ്ങൾക്ക് വരുന്ന ചിലവ് കണക്കാക്കിയാൽ ലാഭം കൂട്ടിച്ചേർത്ത് എത്ര രൂപ നിങ്ങൾക്ക് പ്രൈസായിട്ട് മേടിക്കേണ്ടി വരുമോ അത്രയും രൂപ നിങ്ങൾക്ക് തരാൻ കസ്റ്റമർ വില്ലിങ് ആയിരിക്കണം. കസ്റ്റമർ അതിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കണം അത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. 2, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്. ബിസിനസ് പ്ലാൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകാൻ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. പലരും ബിസിനസ് പ്ലാനൊക്കെ തയ്യാറാക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ്. ഇവിടെ പക്ഷേ ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് പ്ലാൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം മറ്റാർക്കോ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു വീടിന് പ്ലാൻ വരയ്ക്കുന്ന പോലെയാണ്. ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിസിനസ് ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്കാണോ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ബിസിനസ് പ്ലാനിൽ പൊതുവേ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് തുടങ്ങാൻ നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്, ഓണർ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്യുകയാണോ അതോ പണം പുറത്തുനിന്ന് കടമെടുക്കുന്നുണ്ടോ, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് എത്ര ചിലവ് വരും, നമ്മൾ എത്ര പ്രൈസ് ചാർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എത്ര കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിലേക്ക് എത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ബിസിനസ് പ്ലാനിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക. ഇത് തയ്യാറാക്കാൻ ആവശ്യമാണെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ തേടാവുന്നതാണ്. 3, നിങ്ങളുടെ ബിസിനസ്സിന് വളരെ യൂണീക്കായിട്ടുള്ളൊരു പേര് തിരഞ്ഞെടുക്കുക, അതിനൊരു ലോഗോ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിന് ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം നമ്മളൊരു പേരൊക്കെ ചൂസ് ചെയ്ത് അതിൽ ബിസിനസ് ചെയ്തു തുടങ്ങി അതിനെ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു തുക ചിലവാക്കിയതിന് ശേഷം ആ പേര് മറ്റൊരാളും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് അത്ര നല്ലതല്ല. കാരണം അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഒരു ഭൗതിക സ്വത്തായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന്, ട്രേഡ് മാർക്കായിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. 4, അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്ക് 4 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1 പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ട്ണർഷിപ്പ്, 3 LLP, 4 കമ്പനി. ഈ 4 രജിസ്ട്രേഷൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. എന്നാലും ജനറലി ഉള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു പ്രൊപ്പറേറ്റർഷിപ്പായിട്ടോ പാർട്ട്ണർഷിപ്പായിട്ടോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം ഒരു LLPയോ കമ്പനിയോ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം LLP അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രേഷന് പല ബെനിഫിറ്റും ഉണ്ടെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് പല ചിലവുകളും അതുപോലെ തന്നെ ലീഗൽ കോംപ്ലിക്കേഷൻസും നമ്മൾ ബിസിനസ്സിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമുക്കതത്ര ഫേവറബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. 5, അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു തുക മാർക്കറ്റിങ്ങിനും മറ്റുമായി ചിലവാക്കുന്നതിന് മുമ്പ് കുറച്ച് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന രീതിയിൽ സർവീസും പ്രൊഡക്റ്റും ഒക്കെ കൊടുത്തു തുടങ്ങുക. അപ്പോഴായിരിക്കും നമുക്ക് മാർക്കറ്റിനെ കുറിച്ചും മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ രീതിയും നമുക്ക് ചാർജ് ചെയ്യാവുന്ന പ്രൈസും ഒക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രീംലൈൻ ചെയ്യുക. 6ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വഴി നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം ബിസിനസ്സിൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുക. സിസ്റ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗരേഖ തയ്യാറാക്കുക, അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ബിസിനസ്സിൻ്റെ ആദ്യഘട്ടത്തിൽ ബിസിനസ് ഓണർ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുമെങ്കിലും ഇത് നമുക്ക് അധികകാലം തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല.
അതുകൊണ്ട് നമ്മൾ ബിസിനസ്സിലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം അവർക്കൊരു ഡയറക്ഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. അന്നേരം ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അത് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഓരോ ടാസ്കും ചെയ്യുന്നതിന് നമുക്ക് പല സോഫ്റ്റ്വെയറുകളുടെയും ഹെൽപ്പ് നമുക്ക് തേടാവുന്നതാണ്. ഏഴാമതായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ബിസിനസ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങി എന്നുള്ളത് കൊണ്ട് ബിസിനസ് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിയുന്നില്ല. മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ബിസിനസ്സിലും അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുന്നതും ഒരു ബിസിനസ് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിന് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ബിസിനസ്സിൽ പരാജയപ്പെടുകയും കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തിയ ബിസിനസ് തകർന്നടിയുന്നത് കാണേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് മാർക്കറ്റിലും കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റിലും വരുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടിന് ഇത് ഹെൽപ്ഫുൾ ആകുവാണെന്ന് തോന്നുവാണെങ്കിൽ please do share this video with them and type out your opinion in the comment box. For more useful videos, follow BizIgnite.